നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 1964 ഒക്ടോബർ 31 മുതൽ നവംബർ 7 വരെ കൊൽക്കത്തയിൽ നടന്ന പാർട്ടി കോൺഗ്രസോടെയാണ് CPM നിലവിൽ വന്നത്. ആ രൂപവൽക്കരണ സമ്മേളനത്തിന് 62 കൊല്ലം തികയുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്തും CPM-നും ഭരണമില്ലാതാകുന്നു. പിണറായി വിജയൻ CPM-ന്റെ അവസാന മുഖ്യമന്ത്രി എന്ന പദവി കരസ്ഥമാക്കി. CPM രൂപം കൊണ്ട ചരിത്രം രസവഹമാണ്. ഒത്തുതീർപ്പ് സാധ്യതകളൊന്നും ഉണ്ടാകില്ലെന്ന് ഇരുപക്ഷവും ഉറപ്പിച്ചതിനാൽ പിളർപ്പ് ഔപചാരികമാകുന്നതിനുള്ള ചട്ടവട്ടങ്ങളായി പിന്നീട് ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോയ 32 നേതാക്കൾ ആ വർഷം ജൂലൈ 7 മുതൽ 11 വരെ ആന്ധ്രയിലെ തെനാലിയിൽ പ്രത്യേക കൺവെൻഷൻ വിളിച്ചു ചേർത്തു. കൺവെൻഷന്റെ മുന്നോടിയായി കേരളത്തിൽ ജില്ലാ തലത്തിൽ രഹസ്യ യോഗങ്ങൾ നടന്നു. ജൂൺ 12, 13 തീയതികളിൽ എറണാകുളത്ത് ചേർന്ന സംസ്ഥാന കൺവെൻഷൻ 66 അംഗ ഓർഗനൈസിംഗ് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. EMS സെക്രട്ടറിയായ കമ്മിറ്റിയിൽ AKG CH കണാരൻ, അഴീക്കോട് രാഘവൻ, MV കുഞ്ഞമ്പു, EK നായനാർ, K ചാത്തുണ്ണി മാസ്റ്റർ, EK ഇമ്പിച്ചിബാവ, P ഗംഗാധരൻ. ഇദ്ദേഹം പിൽക്കാലത്ത് കമ്മ്യൂണിസം ഉപേക്ഷിച്ച് SNDP-യുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. TK രാമകൃഷ്ണൻ, E ബാലാനന്ദൻ, VS അച്യുതാനന്ദൻ, സുശീല ഗോപാലൻ, കാട്ടായിക്കോണം V ശ്രീധർ, OJ ജോസഫ് എന്നിവരായിരുന്നു എക്സിക്യൂട്ടീവ് അംഗങ്ങൾ. തെനാലി കൺവെൻഷന് മുന്നോടിയായി ജില്ലകളിൽ സഞ്ചരിച്ച് പ്രാദേശിക നേതാക്കളായും പ്രവർത്തകരെയും സ്വപക്ഷത്തേക്ക് അണിനിരത്തുന്ന പ്രവർത്തനത്തിലാണ് ഇവർ മുഴുകിയത്. ഇതിൽ VS-നെ വെട്ടിയൊതുക്കിയാണ് പിണറായി 2016 അധികാരത്തിലെത്തിയത്. ജൂലൈ 7 മുതൽ 11 വരെ തെനാലിയിൽ ചേർന്ന കൺവെൻഷനിൽ 146 പ്രതിനിധികളാണ് പങ്കെടുത്തത്. 1 ലക്ഷം പാർട്ടി അംഗങ്ങളെ, അതായത് 60% പേരെ പ്രതിനിധീകരിച്ചാണ് ഇത്രയും പേർ എത്തിയതെന്നാണ് അവകാശപ്പെട്ടത്. AKG, ജ്യോതി ബസു, ശിവവർമ്മ എന്നിവരടങ്ങിയ പ്രസീഡിയം നിയന്ത്രിച്ച കൺവെൻഷനിൽ ആമുഖ പ്രസംഗം നടത്തിയത് P സുന്ദരയ്യാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ നിര്യാണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് സമ്മേളനം തുടങ്ങിയത്. CPSU-വിനെയോ CPSC-യോ വിമർശിക്കുകയോ താരതമ്യപ്പെടുത്തുകയോ അടക്കമുള്ള കാര്യങ്ങൾ തൽക്കാലം പാടില്ലെന്നും കൺവെൻഷൻ തീരുമാനിച്ചു. 1961 6-ാം കോൺഗ്രസിൽ SA ഡാംഗെ, PC ജോഷി, ഭൂപേഷ് ഗുപ്ത എന്നിവർ സ്വന്തം നിലയ്ക്ക് തയ്യാറാക്കി വിതരണം ചെയ്തിരുന്ന പാർട്ടി പരിപാടിയും EMS-ന്റെ കുറിപ്പും കൺവെൻഷനിൽ വിതരണം ചെയ്തു. ഇതെല്ലാം പരിശോധിച്ച് തയ്യാറാക്കിയ കരട് പരിപാടിയിൽ നടന്ന ചർച്ചയിൽ EMS അനവധി വിയോജിപ്പുകൾ രേഖപ്പെടുത്തി. ആ വിമർശനങ്ങൾ പാർട്ടി കോൺഗ്രസിൽ ചർച്ച ചെയ്ത പരിപാടിക്ക് അന്തിമ രൂപം നൽകാൻ തീരുമാനിച്ചു. 7-ാം കോൺഗ്രസ് ഒക്ടോബർ 24 മുതൽ 31 വരെ കൊൽക്കത്തയിൽ നടത്താൻ തീരുമാനിച്ചു. ഇതുവരെയുള്ള സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ 32 അംഗ ദേശീയ കൗൺസിലേക്ക് ഏതാനും പേരെ കൂട്ടിച്ചേർത്തു. ആ കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റിലേക്ക് ബസവ പുന്നയ്യ, P രാമമൂർത്തി, AKG ഹർഷ് കിഷൻ സിംഗ്, സുർജിത്ത് എന്നിവരെ നിശ്ചയിച്ചു. കൺവീനറായി ബസവ പുന്നയ്യയും. ചൈനീസ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയുടെ മറവിൽ DIR പ്രകാരം ജയിലിലടച്ച പ്രവർത്തകരെ വിട്ടയക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കൺവെൻഷന്റെ തീരുമാനപ്രകാരം സംസ്ഥാന കമ്മിറ്റികളെ തിരഞ്ഞെടുക്കാനും പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുമായി സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ സംസ്ഥാന സമ്മേളനങ്ങൾ നടന്നു. അതേസമയം തെനാലിയിൽ നടന്ന കൺവെൻഷൻ പുതുതായി രൂപവൽക്കരിക്കുന്ന പാർട്ടി വിഭാഗീയതയുടെ മുകളിലാണ് കെട്ടിപ്പടുക്കാൻ പോകുന്നതെന്ന തോന്നലുണ്ടാക്കി. ചൈന പ്രശ്നം തന്നെയായിരുന്നു ഇവിടെയും വില്ലൻ. മാർക്സ്, എംഗൽസ്, ലെനിൻ, സ്റ്റാലിൻ എന്നിവർക്കൊപ്പം സമ്മേളന വേദിയിൽ മാവോ സേ തുങ്ങിന്റെ ഛായാപടവും സ്ഥാപിക്കണമെന്ന ആവശ്യം പ്രതിനിധികൾ ഉയർത്തി. പാർട്ടി സമ്മേളനങ്ങളിൽ സാധാരണഗതിയിൽ മാവോയുടെ പടം വയ്ക്കാറില്ല. എന്നാൽ പ്രതിനിധികൾ ഭൂരിപക്ഷവും മാവോയുടെ പടം വെച്ചേ തീരൂ എന്ന് ശഠിച്ചതിനാൽ പ്രസീഡിയം അതിന് നിർബന്ധിതമായി. കൺവെൻഷനിൽ ബംഗാളിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തിൽ ചിലർ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തുറന്ന് അഭിവാദ്യം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു. ചർച്ചകളിൽ സോവിയറ്റ് റിവിഷനിസത്തിനെതിരെയും ചൈനീസ് വിപ്ലവ പാതയുടെയും മഹത്വത്തെ അഭിവാദ്യം ചെയ്തുള്ള ആവേശപ്രസംഗങ്ങൾ നിറഞ്ഞു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗൂഢപദ്ധതി അനുസരിച്ചാണ് തെനാലിയിലെ വിഘടിത സമ്മേളനം എന്ന ശത്രുക്കളുടെ ആരോപണത്തിന് കാറ്റുപിടിക്കുന്ന വിധത്തിലായിരുന്നു ചർച്ച. എന്നാൽ അത്തരം കാര്യങ്ങളെല്ലാം ഔദ്യോഗിക അജണ്ടയ്ക്ക് പുറത്തെന്നും ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒക്ടോബറിൽ കൊൽക്കത്തയിൽ ചേരുന്ന പാർട്ടി കോൺഗ്രസ് അന്തിമ തീരുമാനമെടുക്കുമെന്നും പ്രഖ്യാപിക്കുകയായിരുന്നു നേതൃത്വം. 7-ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളായി കേരളത്തിലെ ജില്ലാ, സംസ്ഥാന സമ്മേളനങ്ങൾ നടന്നു.
മാവോയുടെ ഛായാപടം വെക്കണമെന്ന നിർബന്ധവും ചൈന പക്ഷാപാതത്തിന്റെ ആവേശ പ്രകടനങ്ങളും ആ സമ്മേളനങ്ങളിലുണ്ടായി. എറണാകുളത്ത് നടന്ന സംസ്ഥാന സമ്മേളനം 51 പേരടങ്ങിയ സംസ്ഥാന കൗൺസിലിനെ തിരഞ്ഞെടുത്തു. AKG സെക്രട്ടറിയായ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു എന്നതിനാൽ EMS സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുകയായിരുന്നു. ഈ സംഭവ വികാസങ്ങൾ നടക്കുന്നതിനിടയിൽ EMS, AKG തുടങ്ങിയവരെ ഔദ്യോഗിക പാർട്ടി നേതൃത്വം സസ്പെൻഡ് ചെയ്തിരുന്നു. പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവും പ്രതിപക്ഷ നേതാവുമായ EMSനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കി ഉപനേതാവായ C. അച്യുതമേനോനെ പാർട്ടി നിയമസഭാ കക്ഷി നേതാവുമാക്കി. MLA-മാരിൽ ഭൂരിപക്ഷം ഈ ഔദ്യോഗിക പക്ഷത്തായിരുന്നതിനാൽ അച്യുതമേനോൻ പ്രതിപക്ഷ നേതാവായി. ഇതേ ഘട്ടത്തിലാണ് കോൺഗ്രസ് പിളർന്ന് കേരള കോൺഗ്രസ് ഉണ്ടാകുന്നത്. KM ജോർജിന്റെ നേതൃത്വത്തിൽ 15 MLA-മാർ കേരള കോൺഗ്രസിലായി. മുഖ്യമന്ത്രി R. ശങ്കറിനുള്ള പിന്തുണ കേരള കോൺഗ്രസ് പിൻവലിച്ചു. സോഷ്യലിസ്റ്റ് അംഗം PK കുഞ്ഞു സർക്കാരിനെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ CPI-യും CPIM-ഉം കേരള കോൺഗ്രസും പിന്തുണച്ചു. 50-നെതിരെ 75 വോട്ടുകൾക്ക് അവിശ്വാസ പ്രമേയം പാസ്സായി. അതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കുറെ കൂടി നേരത്തെ എത്തുന്ന സ്ഥിതിയായി. ഒക്ടോബർ 31 മുതൽ നവംബർ 7 വരെ കൊൽക്കത്തയിൽ നടന്ന CPIM വിഭാഗത്തിന്റെ 7ാം കോൺഗ്രസിൽ 1,04,421 അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 422 പ്രതിനിധികൾ പങ്കെടുത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ, അതായത് മാർക്സിസ്റ്റ് പാർട്ടി എന്നാണ് പിന്നീട് കൂട്ടിച്ചേർത്തത്, കോൺഗ്രസ് അംഗീകരിച്ചു. SA ഡാംഗെയുടെ നേതൃത്വത്തിലുള്ള തിരുത്തൽവാദി സംഘമാണ് ഔദ്യോഗിക പാർട്ടി എന്ന് രൂക്ഷമായി ആക്ഷേപിക്കുന്ന രാഷ്ട്രീയ പ്രമേയമാണ് കോൺഗ്രസ് അംഗീകരിച്ചത്. ഹംഗറിയിൽ നടന്ന പ്രതിവിപ്ലവത്തെ അമർച്ച ചെയ്യാൻ ചെമ്പട അങ്ങോട്ട് മാർച്ച് ചെയ്തതിൽ പ്രതിഷേധിച്ച് പാർട്ടി അംഗത്വം പോലും രാജിവെച്ച ആളാണ് ഡാംഗെയുടെ തിരുത്തൽവാദി സംഘത്തിലെ നേതാവായ അച്യുതമേനോൻ എന്ന് രാഷ്ട്രീയ പ്രമേയത്തിൽ പേരെടുത്ത് പറയാതെ കുറ്റപ്പെടുത്തി. നവംബർ 7 ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവ വാർഷിക ദിനത്തിൽ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് സമ്മേളനം സമാപിച്ചു. നിലവിലുള്ള ഔദ്യോഗിക CPI-ക്ക് CPI എന്ന പേര് വയ്ക്കാൻ അധികാരമില്ലെന്നാണ് ഈ ഇടത് വിഭാഗം കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. ഒരേ പേരിൽ 2 പാർട്ടി എന്ന പ്രശ്നം ഒഴിവാക്കി ഔദ്യോഗിക അംഗീകാരത്തിനായി പിന്നീട് ബ്രാക്കറ്റിൽ മാർക്സിസ്റ്റ് എന്ന് ചേർക്കുകയായിരുന്നു. പുതിയ പാർട്ടിയുടെ 31 അംഗ കേന്ദ്ര കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്ന് EMS, AKG എന്നിവർക്ക് പുറമെ VS അച്യുതാനന്ദനും EK നായനാരും അംഗങ്ങളായിരുന്നു. P. സുന്ദരയ്യ ജനറൽ സെക്രട്ടറി, PB അംഗങ്ങളായി കേരളത്തിൽ നിന്ന് EMS-ഉം AKG-യും. പുതിയ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നതിനായി ഡിസംബർ 1 നേതാക്കൾ തൃശ്ശൂരിൽ എത്തിയപ്പോൾ ചൈന ചാരത്വം ആരോപിച്ച് പരക്കെ അറസ്റ്റിനുള്ള ഉത്തരവ് നൽകി കഴിഞ്ഞിരുന്നു. 1ാം ദിവസത്തെ യോഗം MV ആര്യന്റെ വീട്ടിൽ നടന്ന ശേഷം രാത്രി വിവിധ സ്ഥലത്തിൽ കഴിയുകയായിരുന്ന നേതാക്കളെ വീടും ഹോട്ടലുകളും വളഞ്ഞ് അറസ്റ്റ് ചെയ്തു. AKG സുന്ദരയ്യ, P. രാമമൂർത്തി, ഹർകിഷൻ സിംഗ് സുർജിത്ത് തുടങ്ങി പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളെയെല്ലാം ജയിലിലടച്ചു. AKG-യുടെ പത്നി, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ സുശീല, അവരുടെ മകൾ ലൈല എന്നിവരും ജയിലിലടയ്ക്കപ്പെട്ടു. EMS ഒഴികെ മിക്ക നേതാക്കളും അറസ്റ്റിലായി. ബാക്കിയുള്ളവർ ഒളിവിലും. ഔദ്യോഗിക പാർട്ടിയുടെ 7ാം കോൺഗ്രസ് മുംബൈയിലാണ് നടന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഐക്യം തകർക്കുകയും കൊൽക്കത്ത തീസീസിന്റെ കാലത്തെ വരട്ട് തത്വവാദങ്ങളിലേക്ക് പുനരാനയിക്കാൻ ശ്രമിക്കുകയുമാണ് വിഘടിത വിഭാഗം. അവർ മാർക്സിസം, ലെനിനിസത്തെ വെല്ലുവിളിക്കുകയാണ് ചെയ്തതെന്ന് മുംബൈ കോൺഗ്രസ് കുറ്റപ്പെടുത്തി. രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന സമീപനമാണ് ചൈനീസ് കടന്നാക്രമണത്തോടുള്ള നിലപാടിന്റെ കാര്യത്തിൽ വിഘടിത വിഭാഗത്തിൻ്റെതെന്നും പാർട്ടിയിലെ പിളർപ്പിന് കാരണം ഈ സമീപനമാണെന്നും CPI 7ാം കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രമേയത്തിൽ വിശദീകരിച്ചു. കേരളത്തിലെ പ്രമുഖ നേതാക്കളായ MN ഗോവിന്ദൻ നായർ, C. അച്യുതമേനോൻ, NE ബാലറാം, TV തോമസ്, PT പുന്നൂസ്, KC ജോർജ്, PS ശ്രീനിവാസൻ, TC നാരായണൻ നമ്പ്യാർ, KK വാര്യർ, P. നാരായണൻ നായർ തുടങ്ങിയവരെല്ലാം ഔദ്യോഗിക പാർട്ടിയിൽ ഉറച്ചുനിന്നു. CPIM രൂപവൽക്കരണത്തിന് ശേഷം ആദ്യം നേരിട്ട പ്രതിസന്ധി ദേശീയ തലം മുതൽ ജില്ലാ തലം വരെയുള്ള പ്രമുഖ നേതാക്കളെയെല്ലാം 1000-ഓളം പേരെ ജയിലിൽ അടച്ചു എന്നതാണ്. പുതിയ പാർട്ടി സംഘടിപ്പിക്കാൻ നേതാക്കൾ ആരും പുറത്തില്ല. ചൈന പക്ഷപാതപരമായി തീവ്രമായി സംസാരിക്കാത്ത 2 പേരെയുള്ളൂ. അവർ EMS-ഉം ജ്യോതി ബസുവുമാണ്. അതിനാൽ അവരെ മാത്രം അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്. ആഭ്യന്തരമന്ത്രി ഗുൽസാരിലാൽ നന്ദ CPIM-നെതിരെ ഒരു ധവളപത്രം പുറപ്പെടുവിച്ചു. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നത്തിൽ ചൈനയ്ക്ക് അനുകൂലമായ നിലപാട് പാർട്ടിക്കകത്ത് പ്രകടിപ്പിച്ചതിനെയാണതിൽ എടുത്തുകാട്ടിയത്. നാം നമ്മുടേതെന്നും അവർ അവരുടേതെന്നും പറയുന്ന എന്ന EMS-ന്റെ പ്രസിദ്ധമായ വാചകം എതിരാളികൾ ഒരു ആയുധമായി പ്രയോഗിക്കാൻ ശ്രമിച്ചു. എന്നാൽ EMS ആകട്ടെ ആ വാചകത്തിന്റെ
താൽക്കാലിക യുക്തിയിൽ ഉറച്ചു നിൽക്കുകയും പിൽക്കാലത്ത് ഇന്ത്യ ഗവൺമെന്റ് തന്നെ ചർച്ചയ്ക്ക് സന്നദ്ധമായതോടെ തന്റെ അഭിപ്രായത്തിൽ ദേശീയവിരുദ്ധമായ ഒന്നുമില്ലെന്ന് വ്യക്തമാക്കിയില്ലേ എന്ന് തിരിച്ചു ചോദിക്കുന്നുമുണ്ട്. ഏതായാലും ധവളപത്രവും അതിന്റെ തുടർച്ചയായുള്ള പോലീസ് നടപടിയും മാത്രമല്ല, രാജ്യദ്രോഹ ആരോപണം കൂടി ആയപ്പോൾ CPIM പിറന്നു വീണത് അഗ്നിപരീക്ഷയിലേക്കാണ്. ഓഫീസുകൾ തുറക്കാൻ പോലും സാധ്യമല്ലാത്ത അവസ്ഥ. പ്രമുഖ നേതാക്കളിൽ ജയിലിലാകാത്ത ഒരേയൊരാൾ EMS. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒളിവിലുള്ളവരുടെ സഹകരണത്തോടെ പുതിയ പാർട്ടി സംഘാടന നടത്തുകയായിരുന്നു. ഇതേ സന്ദർഭത്തിലാണ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. 1965 മുതൽ 4-ന് വോട്ടെടുപ്പ് സമാപിക്കാത്ത നിലയിൽ തെരഞ്ഞെടുപ്പ് CPI, RSP എന്നിവരുമായി ചേർന്ന് ഇടതുപക്ഷ മുന്നണിയിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ CPIM തീരുമാനിച്ചു. കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മുസ്ലിം ലീഗുമായി അപ്പോൾ മാത്രം രൂപപ്പെട്ടു കഴിഞ്ഞ കേരള കോൺഗ്രസുമായും കുറെ സ്ഥലങ്ങളിൽ ധാരണയുണ്ടാക്കുക എന്ന സമീപനം CPIM മുന്നോട്ട് വെച്ചു. എന്നാൽ വർഗീയ കക്ഷിയായ മുസ്ലിം ലീഗിനോട് വർഗീയ സ്വഭാവത്തിൽ രൂപം കൊള്ളുന്ന കേരള കോൺഗ്രസിനോട് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്ന് CPIയും RSPയും വ്യക്തമാക്കി. ഇതേ തുടർന്ന് കോൺഗ്രസ്, CPI, RSPയും CPIM, സോഷ്യലിസ്റ്റ് പാർട്ടി, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് എന്നിങ്ങനെ 4 തട്ടിലാണ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചത്. കുറെ മണ്ഡലങ്ങളിൽ ലീഗും കേരള കോൺഗ്രസും CPIയുമായി നീക്കുപോക്ക്. നിരവധി മണ്ഡലങ്ങളിൽ അവർ പരസ്പരം മത്സരവും. CPIMന്റെ സ്ഥാനാർത്ഥികൾ ഭൂരിഭാഗവും ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾ പ്രകാരം ജയിലിലായിരുന്നു. ജയിലിൽ നിന്ന് നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ട് സമർപ്പിക്കുകയായിരുന്നു അവർക്ക് പ്രചാരണം നടത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഫലം വന്നപ്പോൾ 44 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി CPIM. അതിൽ 29 പേരും ജയിലിൽ. കോൺഗ്രസിന് 35, കേരള കോൺഗ്രസിന് 23, മുസ്ലിം ലീഗിന് 6, സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് 13, CPIക്ക് 3 എന്നിങ്ങനെയാണ് സീറ്റ് ലഭിച്ചത്. 133 അംഗ നിയമസഭയിൽ ഭൂരിപക്ഷം വേണമെങ്കിൽ 67 സീറ്റ് വേണം. CPIയുമായി ചില സീറ്റിലെങ്കിലും നീക്കുപോക്ക് ഉണ്ടാക്കിയ കേരള കോൺഗ്രസുമായി ചേർന്നാൽ തന്നെ CPIMന് മന്ത്രിസഭയുണ്ടാക്കാൻ സാധ്യതയുണ്ടായിരുന്നു. 13 അംഗ SSP CPIM മുന്നണിയിൽ തന്നെയായിരുന്നു. എന്നാൽ 29 MLAമാർ ജയിലിൽ, DIR തടവുകാരാണ് എന്നത് ഉൾപ്പെടെയുള്ള കാരണം പറഞ്ഞ് നിയമസഭയിൽ ആർക്കും ഭൂരിപക്ഷം ഉണ്ടാവാൻ ഇടയില്ല എന്ന് വ്യാഖ്യാനിച്ച് സത്യപ്രതിജ്ഞ പോലും നടത്താൻ അനുവദിക്കാതെ നിയമസഭ പിരിച്ചുവിടുകയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ CPIക്ക് 3 സീറ്റേ കിട്ടിയുള്ളൂ എന്നതും മത്സരിച്ച ഭൂരിഭാഗം സീറ്റിലും കെട്ടിവെച്ച കാശ് നഷ്ടമായി എന്നതും കമ്മ്യൂണിസ്റ്റുകാരിൽ ഭൂരിപക്ഷം അവരെ കൈയൊഴിഞ്ഞതിനും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തങ്ങളാണെന്നതിനും തെളിവാണെന്ന് CPI പക്ഷം അവകാശപ്പെട്ടു. ആദർശപരമായി ഉയർന്നു നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് തടവുപരമായി പാളിച്ചയാണ് പറ്റിയതെന്നും CPIയിൽ അഭിപ്രായമുയർന്നു. യാതൊരു ഫലവുമില്ലാത്ത തെരഞ്ഞെടുപ്പാണ് 1965-ലേതെങ്കിലും ഭാവിയിൽ CPIമിന് പിടിച്ചു നിൽക്കാൻ വലിയൊരു പിടിവള്ളിയായി ആ തിരഞ്ഞെടുപ്പ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒന്നാമതല്ല CPI എന്ന് പരക്കെ തോന്നലുണ്ടാക്കിയത് അതോടെയാണ്. ഇപ്പോൾ CPIയുടെ ചരിത്രവും നാമാവശേഷമാക്കുന്നു.